മൊരിഞ്ഞ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഈ ദോശ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഇതിലേക്ക് ചീസും ചേർത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടിക്കായിരുന്നാലും അമ്മയുടെ സഹായം ഇല്ലാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടിയിട്ട് കഴിക്കണം, ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടിയിട്ട് റെഡിയാക്കി വെക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കാണ്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലത്തെ 4 ഉരുളൻകിഴങ്ങ് എടുത്തേക്കുന്നത്. ഈ ഉരുളൻകിഴങ്ങിൻ്റെ തൊണ്ട് കളയണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ പീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ പീലർ വെച്ചിട്ട് തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ കത്തിയും കൊണ്ട് കളയാം. നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചോ, നല്ല എളുപ്പമാണ്. ഇതേപോലെ തന്നെ മാങ്ങയുടെ തൊണ്ട് കളയാനായിരുന്നാലും പിന്നെ ക്യാരറ്റിൻ്റെ തൊണ്ട് കളയാനൊക്കെ നല്ല പെട്ടെന്ന് പണി കഴിയും. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. നിങ്ങൾ കടയിൽ പോയിട്ട് പീലർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. കാരണം ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് അത്രയ്ക്ക് അറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനറി കടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പീലർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ, നല്ല എളുപ്പത്തിൽ പണികൾ നടക്കും. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഈ ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്കും ഇതേപോലത്തെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണത് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെടുക്കുക. ഇതിനകത്ത് ഈ ഏറ്റവും വലുതിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്, മറ്റേതൊക്കെ ആകുമ്പോൾ ഭയങ്കര ചെറുതാവും. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുക. ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, പെട്ടെന്ന് പണി കഴിയും. കാരണം ഉരുളൻകിഴങ്ങ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങും ഇതേപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഉരുളൻകിഴങ്ങ് നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ ഇതേപോലെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് പെട്ടെന്ന് മാറും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നേരത്തെ കൂട്ടിയിട്ട് നിങ്ങൾ ഗ്രേറ്റ് ചെയ്ത് വെക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമ്മളിങ്ങനെ ദോശയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാനിലേക്ക് വെക്കുമല്ലോ, അപ്പോൾ അതിങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങ് എടുത്തപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സാധാരണ ഉപയോഗിക്കുന്ന വലിയ സ്പൂണല്ല, അതിലും ചെറിയ ടൈപ്പ് സ്പൂൺ ഉണ്ടല്ലോ, ആ സ്പൂണിൽ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കാരണം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടറ്റോ ദോശയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഞാനിവിടെ മെഷറിംഗ് സ്പൂണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് സ്പൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ ടൈപ്പ് സ്പൂൺ എടുക്കുക. അതിനകത്ത് 2 ടീസ്പൂൺ എടുക്കുക. അതിനകത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കണ പോലെ എടുക്കണ്ട, നന്നായിട്ട് ഇങ്ങനെ വടിച്ചിട്ട് തന്നെ എടുത്താൽ മതി. കണ്ടത് വളരെ കുറച്ചുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്തോരം ഉണ്ടെന്ന് കാണിച്ചു തരാം. ഉണ്ട് 1 ടീസ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. കാരണം കൂടുതലിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ നിങ്ങൾ 2 ഉരുളൻകിഴങ്ങ് എടുക്കണമെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേക്ക് ഉപ്പ് വളരെ കുറച്ച് മാത്രം മതി. സാധാരണ നമ്മൾ എന്തെങ്കിലും കറിക്കും സാധാരണ നമ്മൾ ഇടില്ലേ, അത്രയ്ക്ക് ഉപ്പ് വേണ്ട. കാരണം ഈ ഉരുളൻകിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉപ്പ് പിടിക്കും. അപ്പോൾ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി. കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റായിട്ടൊരളവില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും. കാരണം നമ്മൾ മലയാളികൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് കുറച്ച് മസാല, ഗരം മസാല ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വിഷമമാണ്. അപ്പോൾ എന്തായിരുന്നാലും ആരെങ്കിലുമൊക്കെ ചോദിക്കാണ്ടിരിക്കില്ല അതിനകത്ത് ഗരം മസാല ഇടണോ, ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോയെന്ന്. നമ്മളങ്ങനെ എല്ലാ സാധനത്തിലും അങ്ങനെ ഗരം മസാല ഇടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഭയങ്കര എന്താ പറയുക, ഇതിങ്ങനെ അധികം മസാലയൊന്നും ഇല്ലാണ്ട് കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്യേണ്ട. ഇതേപോലെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ആ ഉപ്പും കുരുമുളകും പിന്നെ ആ കോൺഫ്ലോർ എല്ലായിടത്തും ഒന്നും ആവണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊന്നും ഇങ്ങനെ ഒട്ടും പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം നമ്മൾ അമർത്തി അങ്ങനെ പിടിച്ച് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഈ ഉരുളൻകിഴങ്ങിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെയാണ് പുറത്തേക്ക് പോകും. പക്ഷേ അങ്ങനെ പോകണ്ട. അപ്പോൾ ഇതിനകത്ത് കുരുമുളകും ഉപ്പും കോൺഫ്ലോറും എല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതേപോലെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വേഗം നമ്മൾ ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കണം. നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ മാറും. അപ്പോൾ തന്നെ ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇത് ദോശയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഞാനിവിടെ ദോശക്കല്ലാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നിങ്ങൾ സാധാരണ എന്തിനാണ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാക്കുക. പിന്നെ ഇത് നമുക്ക് അങ്ങനെ നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ബട്ടർ ഇടുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കുക. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും തേച്ച് കൊടുക്കുക. അത് നിങ്ങൾ ബട്ടറിലാണെന്നുണ്ടെങ്കിൽ ബട്ടർ തേക്കുക, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ബട്ടർ തേച്ച് കൊടുക്കുന്ന സമയത്ത് തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ഇതിനകത്ത് ഇങ്ങനെ ഓരോ ചെറിയ ഇത്രയ്ക്കായിട്ട് എടുക്കുക. എന്നിട്ട് അതിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചട്ടാന്ന് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. പക്ഷേ ഈ ഉരുളൻകിഴങ്ങിന് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈമയ്ക്ക് അങ്ങനെ ചൂടൊന്നും അടിക്കില്ല. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കാം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞു. ഇതേപോലെ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ തിരിച്ചിടാം. ഇങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോൾ അത് മുരിഞ്ഞ് വരാൻ ആവശ്യത്തിനുള്ള ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾ തേച്ച് കൊടുക്കണം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ ഓരോ സൈഡ് തിരിച്ച് മറിച്ചിട്ടിട്ട് മൊരിയിച്ചിട്ടിടുക. അപ്പോൾ ഞാനിവിടെ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. വലിയ ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറച്ച് വയ്ക്കാം. കാരണം ആ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോഴായിരിക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തീ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടാണ്ട് മൊരിയും. ചിലപ്പോൾ ഉള്ളിലേക്ക് അത്രയ്ക്കാണ്ട് മൊരിയില്ല. പിന്നെ അത് നിങ്ങൾ ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് പരത്തണം. ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. ലാസ്റ്റ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഒരെണ്ണത്തിൽ ഞാനിവിടെ ചീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചീസ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ചീസ് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചീസ് വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് വയ്ക്കാം. അതേപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇത് തിരിച്ചിടുക. ഇത് തിരിച്ചിട്ടിട്ടുണ്ടെങ്കിലും ഇത് ചീസ് ആയതുകൊണ്ട് തന്നെ ഇത് പാൻമ പിടിച്ചിരിക്കില്ല. ഈ ചീസ് എപ്പോഴും ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ഇരിക്കുക. അപ്പോൾ അതിങ്ങനെ തിരിച്ചിടുക. ചീസ് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചിടുക. ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെ ചീസൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഇത് നമ്മളിപ്പോൾ പാനിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ പ്ലേറ്റിലേക്ക് ഇടാണ്ട് അപ്പോൾ തന്നെ കഴിക്കണം. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെയൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കി തരാം. പക്ഷേ നമ്മൾ വീട്ടിൽ നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് തിരിച്ചിടാം. കണ്ടോ, അപ്പോൾ അതങ്ങനെ കിട്ടി. ചീസ് ഒട്ടും ഈ പാൻമ പിടിച്ചിരിക്കില്ല. അതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻമ ആയിരുന്നാലും ചീസ് ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ ദോശമാവൊക്കെ പിടിച്ചിരിക്കണ പോലെ പിടിച്ചിരിക്കില്ല. അപ്പോൾ ഇതേപോലെ എടുക്കുക, ചീസ് വേണ്ടവർക്ക്. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. ഇതിങ്ങനെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോടുകൂടി തന്നെ കഴിക്കുക.